ഹായ്, നമ്മളിന്ന് നിൽക്കുന്നത് തമിഴ്നാട്ടിലെ അലമ്പാളയം എന്നും പറയാം. അപ്പോൾ അതിന് ഭവ്യതയില്ല, ഭംഗിയില്ല. ആലമ്പാളയം എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിലാണ്. വളരെ വളരെ വികൃതമായ ഒരു കുഗ്രാമത്തിലാണ്. ആ വഴി നോക്കും, കണ്ടോ, മണ്ണ് കണ്ടോ? അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഗ്രാമം. നമ്മളോട് നിൽക്കുന്നത് ഇന്ന് വരെ സാജൻ പൈനാപ്പിൾ സംപ്രേഷണം ചെയ്യാത്ത ഒരു അപൂർവ വീഡിയോയിലേക്കാണ്. ബീറ്റ്റൂട്ട് കൃഷിയാണ് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കതൊന്ന് കാണാം. ബീറ്റ്റൂട്ട് കൃഷി, 100 കണക്കിന് ആളുകൾ ബീറ്റ്റൂട്ട് എങ്ങനെയാണ് നമുക്ക് വിളവെടുക്കുന്നത് എന്നാണ് നമുക്ക് കാണേണ്ടത്. അതിനുശേഷം നമുക്ക് ബീറ്റ്റൂട്ടിൻ്റെ ഒരു ചോട് പറിച്ചു നോക്കാം. അവർ നമ്മളെ ആട്ടി ഓടിക്കുന്ന അറിയില്ല, നമ്മൾ അവരുടെ അടുത്തേക്ക് പോകാം. എന്തായാലും പുള്ളി ചിരിക്കുന്നുണ്ട് നമ്മളെ നോക്കി. വേറെന്താ? രംഗരാജ്. ഇതാണ് രംഗരാജ്. രംഗരാജിൻ്റെ ഇത് സന്നപ്പൻ, സെന്തിൽ, കനകൻ. നമ്മുടെ തമിഴ് മക്കൾ, നമ്മുടെ മലയാള തമിഴ് മക്കൾ, നമ്മുടെ മുല്ലപ്പെരിയാർ വെള്ളത്തിൽ നിന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വെള്ളം ഇവിടുന്ന് വിടുന്നു. ഇവിടുന്ന് ബീറ്റ്റൂട്ട് അങ്ങ പോകുന്നു. ഞങ്ങളുടെ നാട്ടിൽ ബീറ്റ്റൂട്ട് പോകുന്നു, അവരുടെ വെള്ളം, നമ്മുടെ വെള്ളം ഇങ്ങോട്ട് വരുന്നു. ഇവരുടെ അവസ്ഥ ഇവിടെ തണ്ണിയില്ലേ? മഴ പെയ്തിട്ട് 6 മാസം മുതൽ 4 മാസമായി മഴ പെയ്തിട്ട് ഇതെല്ലാം നശിച്ചു. നമ്മുടെ മുല്ലപ്പെരിയാറിലെ വെള്ളം ഈ പാവങ്ങൾക്ക് അല്പം കൂടുതൽ കൊടുക്കണമെന്നാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്. നമുക്ക് ഒരെണ്ണം പറിച്ചോട്ടെ. അല്ലേ, ബീറ്റ്റൂട്ട് നിങ്ങളെ കാണിക്കുകയാണ്. ഇത് കണ്ടില്ലേ? കണ്ടോ, എല്ലാം നശിച്ച് നാറാണക്കല്ല് പിടിച്ചിരിക്കുകയാണ്. കണ്ടോ? ഇനി നല്ല ബീറ്റ്റൂട്ട് കുറച്ചെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അല്ലേ, ഉണ്ടോ? എല്ലാം വാടി ഡാമേജ് ആവുകയാണ്. ഇവർക്ക് നേരെ പകുതിയെ കിട്ടിയിട്ടുള്ളൂ. നമുക്കത് നോക്കാം. ഇത് നോക്ക്. 10 ചാക്ക് കിട്ടിയാൽ 2 ചാക്കേ നല്ലതുള്ളൂ. 10 ചാക്ക് 2 ചാക്ക് അച്ഛാ ഹേ, ബാക്കി കച്ചറ ഹേ. देखो, ഇതെല്ലാം വേസ്റ്റാണ്. വെള്ളമില്ല, എല്ലാം പോയി. വെള്ളത്തിന്റെ പ്രശ്നം ഇവരെ എത്രത്തോളം കഷ്ടപ്പെടുത്തുന്നുണ്ടെന്ന് മലയാളിയെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വെള്ളം വേസ്റ്റ് ആകുന്നു, അവരിവിടെ അത് ഉൽപ്പാദിപ്പിക്കാൻ അവർക്ക് വെള്ളമില്ലാതെ പോകുന്നു, നമ്മുടെ വെള്ളം വെറുതെ പോകുന്നു. കാണിക്കാം, വരും. ഇത് കണ്ടില്ലേ? വെള്ളമില്ലാതെ നശിച്ചു പോയ അവരുടെ ഇതാണ് ഇരിക്കുന്നത്. അത്രയും സാധനമേ ഉള്ളൂ. ഒരു ലൈൻ പറിച്ചാൽ 10 ചാക്ക് കിട്ടുന്ന സ്ഥാനത്ത് 1 ചാക്കേ ഉള്ളൂ. ഇതെല്ലാം പോയി. ഇത് കണ്ടില്ല, എല്ലാം പോയി. ഇത് കണ്ടില്ലേ? ഇതാണ് ബീറ്റ്റൂട്ട് കൃഷി. വരൂ, നമ്മൾ വന്നിട്ട് ബീറ്റ്റൂട്ട് കാണാനായിരുന്നു. പക്ഷെ അവരുടെ ദുഃഖം കണ്ടപ്പോൾ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. വെള്ളമില്ല. വർഷക്കാലത്ത് എല്ലാ സ്ഥലത്തുനിന്നും വെള്ളം ബാക്കിയുള്ളത് നമുക്ക് കൊടുക്കാം അവർക്ക്. അതൊന്നും ചിന്തിക്കണ്ട. കണ്ട സൈക്കിള് സഹോദരങ്ങളെ, ഏറ്റവും നല്ല വിത്താട്ടോ ഇത്. ഇവരുടെ വിളവെടുപ്പാണ്. കഴിവില്ലാത്തതൊന്നുമല്ല. കണ്ടല്ലോ, സ്റ്റാൻഡേർഡ് ആൾക്കാരാ. ഡ്രിപ്പ് ഇറിഗേഷൻ. പക്ഷെ ഡ്രിപ്പിൽ വെള്ളം വരണ്ടേ? വെള്ളവും ഇല്ല, ഒന്നുമില്ല. ഇത് കണ്ടില്ലേ? പൈപ്പൊക്കെ ഇട്ട് അവർ മനോഹരമായ പ്രതീക്ഷയോടെ നിന്നാണ്. 6 മാസത്തിനുള്ളിൽ ഒരു തുള്ളി മഴ പെയ്തിട്ടില്ല. ഈ പാവങ്ങളുടെ അവസ്ഥ. നമ്മളവിടെ ഇരുന്നിട്ട് തമാശയ്ക്കൊക്കെ വഴക്കൊക്കെ പറയാറുണ്ട്, നമ്മുടെ വെള്ളം കൊടുക്കില്ല എന്ന് പറഞ്ഞൊക്കെ പറയാനുണ്ട്. പക്ഷേ ഇതാണ് അവസ്ഥ. അവർ നമ്മളെ ദ്രോഹിക്കുന്നവരല്ല. അവർ നമുക്ക് വേണ്ടി, നമ്മുടെ നാട്ടിൽ നമുക്ക് കഴിക്കാനാണ്. ഇപ്പം ചോദിച്ചപ്പോൾ ചേട്ടൻ 5-10 തരം ചുമ്മാ ഉണ്ടാക്കാൻ പറയുമോ അവർ. നമുക്കൊന്ന് കാണാം. ഇതാണ് ബീറ്റ്റൂട്ട്. ഇത് പിടിക്കും. ബീറ്റ്റൂട്ട് കൃഷി 6 മാസത്തിനുള്ളിൽ ഒരു തുള്ളി മഴ പെയ്യാത്ത അവരുടെ ഗതികെട്ട കാഴ്ചയാണ് ഈ കാണുന്നത്. അങ്ങോട്ട് നോക്ക്. അമ്മ, ഇത് മണ്ണുക്കുള്ള എവ്വളോ സെറ്റ് ഇങ്ങനെയാണോ വെക്കണം? ഇങ്ങനെ ഇതിൽ നിന്നുണ്ടാവുമോ ഒത്തിരി? ഇതുണ്ടോ? ഇവർ കട്ട് ചെയ്യുന്നുണ്ടോ?
ഇതിൻ്റെ തൈയാണെന്ന് പറഞ്ഞാൽ ഇതല്ല, ഇതിൻ്റെ ഇതാണെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നാണോ ഇതുണ്ടാവുന്നത്? ഭാഷ അറിയില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ. ആ ഓക്കെ വെയിറ്റ് ചെയ്യാം. എന്തായാലും എൻ്റെ ഓണർ വരും, വിശദമായിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ ഈ കൃഷി പഠിപ്പിക്കും. ഇതെങ്ങനെ ചെയ്യണം എന്നൊക്കെയാണ് അവർ പറഞ്ഞ എൻ്റെ അടുത്ത്. ഇത് നോക്കാനുള്ള ഓണർ പോരും. കുടിച്ചു ഇത്രയും വലിയ പുഴ കണ്ടായിരുന്നു. ഇനി ഇതാണ് ബീറ്റ്റൂട്ട് കൃഷി. വെറുതെ വന്നതാണ്. വെള്ളമില്ലാത്ത ഇവരുടെ വിഷമം മലയാളിയെ നമ്മളൊന്ന് കാണണം. അവർ മുല്ലപ്പെരിയാറിന്ന് വെള്ളം കൊണ്ടുവന്നത് കളയാനല്ല, അവർ വെള്ളം എടുക്കാനാണ്, ഇത് ചെയ്യാനാണ്. അപ്പോൾ അവിടെ ഡാമിലും വെള്ളം കുറഞ്ഞു, അതുകൊണ്ട് ഇവിടെയും വെള്ളം കുറവാണെന്നാണ് പറയുന്നത്. മുല്ലപ്പെരിയാർ കൊണ്ടൊന്നും ഇവർക്കൊന്നും ആവില്ല. അവരുടെ ഭവാനി നദി, കാവേരി നദി, വൈഗ നദി, വൈഗയും കാവേരിയും ഭവാനി നദിയും എല്ലാം വറ്റി വരണ്ടു. 6 മാസമായിടിച്ച് മഴ വെച്ച് 6 മാസമായി എന്നാണ് പുള്ളി പറയുന്നത്. ശങ്കർരാജ് പറയുന്നത് ഇനി കൃഷി ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നാണ്. അത്ര അവസ്ഥ അവർക്ക്. ഇത്രയും ഡ്രിപ്പ് ഇറിഗേഷനൊക്കെ ഇട്ടിട്ടും അതിലൂടെ തണ്ണി വരലേ എല്ലാമുണ്ട്, തണ്ണി മാത്രം വരുന്നില്ല. എന്തായാലും ബീറ്റ്റൂട്ട് കൃഷി കാണിക്കാൻ കൊണ്ടുവന്ന നിങ്ങൾക്ക് അവരുടെ ദുഃഖം കൂടി നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് സാജൻ പൈനാപ്പിൾ ആൻഡ് ട്രാവൽ വീഡിയോസ് ആ കാണുന്ന വണ്ടിയിലേക്ക് കയറ്റുന്ന ആ ഒരു ചെറിയ കാഴ്ച കാണിച്ചുകൊണ്ട് ഗുഡ് ബൈ പറയുകയാണ്. നല്ലൊരു വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, നമുക്ക് കാണാത്ത കാഴ്ചയായ ബീറ്റ്റൂട്ട് കൃഷി നിങ്ങളെ കാണിച്ചു. അവരുടെ കണ്ണുനീര് മാത്രം കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഉടമയുടെ വിഷമം. അവർ പ്രതീക്ഷിച്ചത് ഏതാണ്ട് 8 ലക്ഷം രൂപ 9 ലക്ഷം രൂപയാണ്. വെള്ളമില്ലാത്തതുകൊണ്ട് അതൊരു 1.5 ലക്ഷം രൂപയായി കുറയും. അതായത് 6.5 ലക്ഷം രൂപ കൃഷി നഷ്ടം അവർക്ക് നേരിടുകയാണ്. ഇതാണ് ഈ നാടിൻ്റെ വല്ലാത്ത ഒരവസ്ഥ. തമിഴ്നാടിന് ഇത്രയും നാളത്തെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു വെയിലുണ്ടായിട്ടില്ല. എന്തായാലും ഇങ്ങോട്ട് നോക്കൂ, കരിഞ്ഞ കിടക്കുന്ന തക്കാളി. വെള്ളത്തിൻ്റെ വിഷമം അറിയണോ? നമ്മൾ നഷ്ടപ്പെടുത്തുന്ന വെള്ളത്തിൻ്റെ വില അറിയണമെങ്കിൽ കണ്ണുനീരോടെ അങ്ങോട്ട് നോക്കും മക്കളെ. കരിഞ്ഞു കിടക്കുന്ന തക്കാളിക്കകത്ത് 100 ഗ്രാം തക്കാളി ഉള്ള സ്ഥാനത്ത് കിട്ടിയത് 10 ഗ്രാമിൻ്റെ തൂക്കമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വെള്ളവുമില്ല. പാവങ്ങൾക്ക് ആ ഒരു ഏക്കറേ ഉള്ളൂ. എത്രയോ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു. വെള്ളത്തിൻ്റെ വില നമ്മൾ മലയാളി ഇനിയും വർഷക്കാലത്തെ വെള്ളം സംഭരിക്കാൻ ഇനിയും ഡാമുകൾ നമുക്ക് പണിയേണ്ടിയിരിക്കുന്നു. നമ്മുടെ കരണ്ടും ലാഭിക്കാം, അതുപോലെ മറ്റുള്ളവർക്ക് ദാനവും കൊടുക്കാം. പണം തന്നാൽ വെള്ളം കിട്ടുമെങ്കിൽ എത്ര രൂപയ്ക്ക് മേടിക്കാൻ അവർ തയ്യാറാണെന്നാണ് ഈ യാത്രയിൽ ഞങ്ങളോട് പറയുന്നത്. ഇതിൽ കൂടുതലൊരു നേർക്കാഴ്ച ഞങ്ങളെങ്ങനെ നിങ്ങളെ ഈ സാജൻ പൈനാപ്പിൾ ട്രാവൽ വീഡിയോസിലൂടെ കാണിക്കാൻ കഴിയും. എല്ലാവർക്കും ഗുഡ് ബൈ.